ഹായ് അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേട്ടോ. അമ്മ. കർക്കിടക മാസമൊക്കെ തുടങ്ങിയല്ലോ. അപ്പൊ കർക്കിടക മാസം എന്ന് പറയണത് ശരിക്കും പറയുകയാണെങ്കിൽ അതല്ല, ഞാൻ ചിരിച്ചത് എന്തിനറിയോ? ഉമ്മ അടുത്തല്ലമ്മ. അതാ, പിന്നെ അത് മറക്കരുതമ്മ. ഈ ഇടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ അമ്മ മറന്നു പോകണ്ട്. കാരണം എന്താ പറഞ്ഞ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ മറക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ തന്നെ നോക്കണോ? ഇടയ്ക്ക് ഭയങ്കര മറവി സംഭവിക്കുന്നുണ്ട് അമ്മയ്ക്ക്. അതുകൊണ്ട് ഈ കർക്കിടക മാസം അല്ല, ചെറുപ്പത്തിലൊക്കെ എന്തൊരു കഷ്ടം നോക്കമ്മ. ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ഈ കർക്കിടം എന്താണെന്ന് തന്നെ എനിക്കറിയില്ല, ചെറിയ കുട്ടിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിങ്ങനെ പറഞ്ഞു കേൾക്കാം ഇങ്ങനെ കാരണന്മാരൊക്കെ, അടുത്ത മാസം കർക്കിടകമാണ് വരാൻ പോണത്, ബുദ്ധിമുട്ടിൻ്റെ മാസമായിരിക്കും. അപ്പോൾ എല്ലാം കരുതി കൂട്ടിയിരിക്കണം ചിലരൊക്കെ ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ എന്താണ് ഈ അടുത്ത മാസം? ഇത് ഏത് മാസത്തിൽ ഏത് സമയത്താണ് വരിക? കാരണം എനിക്ക് ഈ കർക്കിടകം അതൊന്നും നമുക്കന്ന് അറിയില്ലല്ലോ, എന്താണ് ഒന്നും അറിയില്ല. അപ്പോൾ മഴ പെയ്യുമ്പോഴാണ് ഈ കർക്കിടക മാസം വരിക എന്ന് മാത്രം അറിയാം. അപ്പോൾ ഈ മഴക്കാലമൊക്കെ കഷ്ടകാലത്തിൻ്റെ കാലമാണ്. നല്ല കർക്കിടകം അങ്ങനെ ഒരു കാലമുണ്ട്. രാമായണ മാസത്തിൽ ഏറ്റവും ദുരിതം പിടിച്ചൊരു കാലം. അപ്പോൾ പണ്ടത്തെ ഒരു രാമായണ മാസത്തിലെ കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിൽ ഇത് കേട്ടാൽ പോരാ. പാചകത്തിനെ പറ്റി ആദ്യം പറയും. ഞാനിവിടെ എന്താ അതന്നെ, ഞാൻ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുണ്ട് എല്ലാം മറന്നിട്ടാ. അതല്ലേ അമ്മ ആദ്യം പറയേണ്ടത്. അമ്മ നിന്നു ഒറ്റ നിപ്പ്. അവസാനം അമ്മ എന്ത് ചെയ്യറിയോ? ഞാൻ പലയിടത്ത് മുഴുവൻ കേട്ടിട്ട് ബായ് ഉമ്മ പോകാൻ വെച്ചിട്ട് പോവാന്നെ. ഞാൻ ശ്രദ്ധിച്ചു അമ്മ മയങ്ങിയിരിക്കുകയാണ് സംസാരത്തിൽ. അത് കണ്ടില്ലമ്മ. പിന്നെന്താ, മല്ലി മുളകും, പിന്നെ അത് കഴുകിയ വെള്ളം. ഞാൻ പറയട്ടെ, മല്ലി മുളകും നാളികേരം കൂടി വറുത്തതാണ്. വറുത്തരിഞ്ഞ നല്ലോണം അങ്ങനെ ചോക്കന് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒരു പകുതി വറവ്. അത് മുഖമൊന്നും അങ്ങനെ കാണിക്കണ്ട, വായ കൊണ്ട് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് പകുതി വറവായാൽ മതി. എന്താ പറഞ്ഞാ, ഇതിങ്ങനെ നമ്മള് മറ്റേ വറുത്തരച്ചെന്ന് പറയുമ്പോൾ നല്ല ചുവപ്പ് നിറാവണ പോലെ ബ്രൗണായിട്ട് വറക്കില്ല, അങ്ങനെ വേണ്ട, ഒരു പകുതി വറവ്. അങ്ങനെ അഭിനയം വേണ്ട, സംസാരം മാത്രം, മുഖത്തൊരു ഭാവം വേണ്ട. മല്ലി, കുറച്ച് നാളികേരം, ഉള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇത്ര ഉള്ളൂ. വേറെ ഒന്നും ഇതിൽ കൂട്ടിയിട്ടില്ല. ഒന്നും കൂട്ടണ്ട. മറ്റേ പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയൊന്നും വേണ്ട. വെളുത്തുള്ളി കൂട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ മതി. വെളുത്തുള്ളി, ചെറിയുള്ളി, മുളക്, മല്ലി, നാളികേരം, കറിവേപ്പില, ഇത്രയും വറുത്ത് അരച്ചത്. അപ്പൊ എന്തിനാണ് ഞാൻ ഒരു തക്കാളി, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഈ ചെറിയുള്ളി ഇതൊക്കെ വറവിടാനാണ്. ഇത് നാളികേരം അരച്ച വെള്ളമാണ്, അല്ലാണ്ട് അത് കഴുകി വെച്ച വെള്ളമല്ല. നാളികേരം ഒക്കെ അരച്ചില്ലേ, മസാല അരച്ച വെള്ളം. അപ്പൊ ഞാൻ എന്താ അറിയാമാ, അപ്പൊ ഇനി സംസാരത്തിന് അവിടെ സമയമില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം, എന്നിട്ട് മതി നിന്റെ സംസാരം. പിന്നെ പയറിട്ടു. എന്താ നിൽക്കണ നിപ്പ്? തക്കാളി, പച്ചമുളക് കേട്ടിങ്ങനെ സുഖമായിട്ട് നിൽക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതിപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തില്ലെങ്കിൽ ഒരു കറിവേപ്പില ഇടാണ്ടാവാൻ ഉണ്ടാണ്ട് കേട്ട് നിൽക്കണ്ടാവും. ഉപ്പ് പാകത്തിന്. പിന്നെ ഈ അരപ്പ് വെള്ളം അത് മറക്കണ്ട. പിന്നെ ഇതൊന്ന് തിളക്കട്ടെ, എന്നിട്ടാണ് ഇതിൽ മസാല ഇടുന്നത്. ആണോ? അപ്പോൾ ഒന്ന് തിളക്കട്ടെ. അപ്പോ എല്ലാവരും ഇങ്ങനെ പറയുമല്ലോ, അതെ, നിങ്ങളുടെ വീട്ടിൽ കുറെ വിരുന്നുകാരൊക്കെ വരുമല്ലോ, അവരൊക്കെ പറയും, നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അതെ, ഞാൻ പറഞ്ഞുതരാം. അത് ശരിയല്ലെങ്കിൽ അങ്ങനെയല്ല പറഞ്ഞാൽ മതി. ഞാൻ എന്താ പറയാൻ പോണെന്ന് അറിയേണ്ട അമ്മ എങ്ങനെ അങ്ങനെയല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങളുടെ അച്ഛനോടോ അമ്മേനോടൊക്കെ ഇങ്ങനെ സംസാരിക്കും. അതെ, ചില എടുത്തിന്ന് പറയണവരില്ല, അവരൊക്കെ അവിടെ തന്നെ. അല്ലല്ല, വയസ്സിന് മൂത്തവരാണ് പറയേണ്ടായിരുന്നത്. അപ്പോൾ അവരെന്താ വിളിക്കണ്ടായിരുന്നു, നിങ്ങളുടെ അച്ഛൻ എന്താ വിളിക്കുക എന്തോ, അപ്പോൾ ഉണ്ണിയെന്നോ എന്താ വിളിക്കണ്ടായിരുന്നു, വരാതെ കുട്ടീന്നൊക്കെ വിളിക്കണ്ടായിരുന്നു. അപ്പോൾ അടുത്ത മാസം കർക്കിടക മാസമാണ്, അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ നീ എന്തെങ്കിലും ചെയ്യുമ്പോൾ. കാരണം നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോഴും ആലോചിക്കും, എന്താ ഈ കർക്കിടക മാസം. അപ്പോൾ അതന്നെ, അവർ നാട്ടിൽ പോകുമ്പോൾ കരുതിയിട്ട് വേണം തരാമെന്നാണ് പറയണത്. അപ്പം ഞാൻ മെല്ലെ പോയിട്ട് അമ്മമ്മേൻ്റെ അടുത്ത് പോയിട്ട്, അമ്മമ്മ എന്താ ഈ കർക്കിടക മാസം? എൻ്റെ മോനെ, അത് കഷ്ടകാലത്തിൻ്റെ മാസമാണ് പറഞ്ഞു. അത് ശരി, കഷ്ടകാലത്തിൻ്റെ മാസമാണല്ലേ കർക്കിടക മാസം. അപ്പോൾ ഇത് എപ്പോഴാണ് വരിക?
അതിപ്പോൾ തന്നെ കണ്ടില്ലേ, ഈ പെരുമഴയും അതും ഇതൊക്കെ ആയി ഓരോ എന്തൊക്കെ പറയുക, അന്നുണ്ടല്ലോ പകർച്ചവ്യാധിയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. ആൾക്കാർക്കൊന്നും പണി ഉണ്ടാവില്ല. അതെന്താ പണിയില്ലാത്ത? ഈ മഴ പെയ്യുമ്പോൾ എവിടെ പണിയെടുക്കുക? പണിക്കാരെങ്കിലും വിളിക്കണ്ടേ? അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കർഷകർക്കും അവർക്കും ഇവർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ട് പിടിച്ച കാലമാണ്. വ്യാപാരികളും ആരും പണിക്ക് പോവില്ല മോനെ, അങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയണു രാമായണ മാസമാണ് കേട്ടോ, ഭയങ്കര ഭക്തിയുണ്ട്. അപ്പോൾ രാമായണ മാസം എന്ന് പറഞ്ഞാൽ രാമൻ്റെ മാസമല്ലേ, അതെങ്ങനെ ബുദ്ധിമുട്ട് പിടിച്ച മാസമാവാന്ന് ഞാൻ അപ്പം ആലോചിച്ച് നോക്കി. എന്തോരം ആലോചിക്കുന്ന നോക്കി അപ്പോഴും കേട്ടോ. അപ്പം പറഞ്ഞു രാമായണത്തിൽ ഏറ്റവും ദുർഘടം പിടിച്ചൊരു സമയമായിരുന്നു. രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ്റെയും സീതയുടെയൊക്കെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചൊരു സമയത്തിൻ്റെ ഓർമ്മപ്പെടുത്തലും കൂടിയാണ് കർക്കിടക മാസം. അപ്പം അന്ന് നമ്മുടെ ത്രേതായുഗത്തിൻ്റെ കാലം മുതൽ ഇന്ന് വരെയും കലിയുഗത്തിൻ്റെ ഈ നിമിഷം വരെയും കലിയുഗം ഒന്നല്ലെങ്കിൽ ഒരു കർക്കിടക ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ ബുദ്ധിമുട്ട് തന്നെയാണോ? ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ എല്ലാവരും മാസശമ്പളം മേടിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഇനി അഥവാ മാസശമ്പളം മേടിക്കുന്ന ആൾക്കാരാണെങ്കിലും കൃത്യസമയത്ത് ചിലപ്പോൾ ഓഫീസിൽ എത്താൻ പറ്റിയെന്ന് വരില്ല. ഇങ്ങനെ കോരിച്ചു വീണ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് പകർച്ചവ്യാധികൾ, മലേറിയ, ഡെങ്കിപ്പനി, പന്നിപ്പനി, പൂച്ചപ്പനി, എന്തൊക്കെ പനികളുണ്ടല്ലോ. ഈ പനിയൊക്കെ വന്നിട്ട് ചിലപ്പോൾ ഇല്ല അല്ല, അപ്പം പന്നിക്ക് പേര് വയ്ക്കുക, എലിക്കൊരു പേര് വയ്ക്കാന്നുണ്ടെങ്കിൽ ഭാവിയിൽ പൂച്ചപ്പനിന്ന് പേര് വയ്ക്കും. അതൊക്കെ നമ്മൾ കരുതിയിരിക്കണം. പട്ടിപ്പനി, നായപ്പനി അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ഡോക്ടർമാർക്ക് ഒരു പനിക്കും പേര് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് വെക്കും. ഇപ്പോൾ നമ്മുടെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ കോവിഡ് എന്ന പേരിലൊരു എക്സ്ട്രോർഡിനറി ആയിട്ടൊരു സംഭവം നമ്മുടെ ലോകത്ത് വരുന്ന ആരെങ്കിലും വിചാരിച്ചോ? വിചാരിച്ചില്ലല്ലോ. അങ്ങനെയൊക്കെ ഒരു പനി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പനി വന്നു, അല്ല വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വിചാരിക്കുക. അപ്പോൾ കുറേ വന്നല്ലോ, ഡെങ്കി എന്തൊക്കെയാണ്, എലിപ്പനി, ഡെങ്കിപ്പനി, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വരും. ഇപ്പോൾ എലിക്കും പന്നിക്കും മാത്രമാണോ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് വിരോധമുള്ളത്? ഇതിനൊക്കെ ഒരു സാമ്യത ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴും വീട്ടിൽ കിടപ്പിലാവുമ്പോഴും പോകാൻ പറ്റില്ല എന്നൊന്നും വരും. അങ്ങനെയും ചില ബുദ്ധിമുട്ടുകൾ വരും. വ്യാപാരികൾക്ക് വ്യാപാരം കുറവായിരിക്കും. അതുപോലെ കൂലിപ്പണിക്കാർക്ക്, വാർപ്പ് പണിക്കാർക്ക്, പെയിൻറ്റ് പണിക്കാർക്കൊന്നും പോകാൻ പറ്റാണ്ട് വരും. അതുപോലെ വീട്ടിൽ നിന്ന് ആരും കൂടുതൽ പുറത്തിറങ്ങില്ല. ഈ മഴയത്ത് ആരാണ് എങ്ങോട്ടാണ് പോവുക? എന്തിന് കൂടുതൽ തിയേറ്ററുകളിലും മാളുകളിലൊന്നും ആൾക്കാരുണ്ടാവില്ല, കൂടുതലൊക്കെ കുറവായിരിക്കും. അതാണ് കർക്കിടക മാസം. അപ്പോൾ ഇന്ന് പേര് പണ്ടത്തെ കാരണവന്മാർ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആണോ അല്ലേ? അപ്പോൾ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും ഒരു മാസം കൂടിയാണ്. അതിനിടയ്ക്ക് ഞാൻ ഈ കണ്ടപ്പോൾ ഈ എന്താ അത് പെട്ടെന്ന് കർക്കിടക മാസം ആയതുകൊണ്ടാണോ എൻ്റെ അമ്മ ചോർന്നോക്കിട്ട് ഡേഞ്ചറിൻ്റെ ഒരു സിഗ്നൽ കാണിക്കുന്നതെന്ന് കൂടി വിചാരിച്ചു. തെറ്റാണോ? അതിനാണ് എനിക്ക് ചിരി വന്നത്. അപ്പോൾ പെട്ടെന്ന് അമ്മേനെ കണ്ടപ്പോൾ അപ്പം ഞാൻ തീർച്ചയാണ് അപ്പം അതും കൂടി ഞാൻ ആലോചിച്ചപ്പോൾ എന്താ റെഡ് സിഗ്നലായിട്ട് വന്ന് നിൽക്കുകയാണല്ലോ, അതത്ര ശരിയല്ലല്ലോ. ആംബുലൻസിൻ്റെ ലൈറ്റ് പോലെ അമ്മ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു കർക്കിടക മാസത്തെ സൂചന കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. മനസ്സിലായില്ലേ? അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. പിന്നെ എന്തായാലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഈ പയറ്, കയ്പയ്ക്ക, വെണ്ടയ്ക്ക, വഴുതനങ്ങ ഇതൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം. ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന കാലഘട്ടങ്ങളും കൂടെയാണ് ഈ വന്ന് പോകണം. ഇന്നപ്പോൾ ഒരു മീൻകാരൻ വെറുതെ ഓടിയിട്ട് പോകണം കണ്ടു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആ മീൻകാരനും കൂടി കഷ്ടത്തിൻ്റെ സമയമാണ്. കാരണം എന്താ പറയുക, ഇന്ന് ഒന്നാമത് ആരംഭമാണ്. അപ്പോൾ ഒരുവിധ ആൾക്കാരൊന്നും കഴിക്കില്ല. ഇപ്പോൾ ഒരാഴ്ച കഴിക്കാത്ത ആൾക്കാരുണ്ട്, 15 ദിവസം കഴിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ആ മീൻകാരൻ വീട്ടിൻ്റെ ഭാഗത്തേക്ക് ഒരു എന്താ പറയുക, ഒരു വിഷമത്തോടു കൂടി നോക്കിയിട്ട് 4 ദിക്കിലേക്ക് നോക്കി. ഞങ്ങളുടെ വീട്ടിലേക്ക് മാത്രമല്ല, ഒരു ഏരിയ മുഴുവൻ വിഷമത്തോടെ നോക്കിയിട്ട് പോകണം ഞാൻ കണ്ടു. അപ്പോൾ ആ മീൻകാരൻ മീൻ പിടിച്ചിട്ട് പോകുന്ന ആളുടെയും കഷ്ടകാലമാണ്. ആലോചിച്ച് നോക്കണം കേട്ടോ, എല്ലാവരുടെയും കഷ്ടകാലമാണ്. അപ്പോൾ ശരീരത്തിന് ഇങ്ങനെ വെജിറ്റേറിയനൊക്കെ തിന്നിട്ട് ഒരു പ്രത്യേക ഒരു പുഷ്ടിയൊക്കെ വരുത്തുന്ന സമയം കൂടിയാണെന്ന് വിചാരിക്കാം അല്ലേ? വിചാരിക്കേണ്ട വേറെ രക്ഷയൊന്നും ഇല്ലല്ലോ, വിചാരിച്ചേ പറ്റൂ. അപ്പൊ ഞങ്ങൾക്ക് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു സമയമാണ്. കാരണം കഷ്ടം വരുമ്പോഴാണല്ലോ ദൈവത്തിനെ വിളിക്കുക. എനിക്കൊരു എവിടെയെങ്കിലും ഒരു ഉളുക്ക് പറ്റിയാലോ ഒന്ന് ഞാൻ എവിടെയെങ്കിലും തലകുത്തി വീണാലോ അമ്മയെന്ന് ഞാൻ വിളിക്കുള്ളൂ. അല്ലാണ്ട് ഫുൾ ടൈം അമ്മ അങ്ങനെയല്ല, വെറുതെ അമ്മയെന്ന് വിളിക്കുക. അമ്മ അതുകൊണ്ടമ്മ, അമ്മ ഇതുകൊണ്ടമ്മ, അമ്മ അത് ചെയ്യമ്മ, അമ്മ ഇത് ചെയ്യമ്മ. അത് ലോകത്തെല്ലാവരും പറയും. നമ്മളൊന്ന് വീണാ പറയും, നമുക്ക് എന്തെങ്കിലും വയ്യാണ്ടായാൽ പറയും. അതുപോലെ കഷ്ടകാലത്തിന് മിനിറ്റിന് നാരായണ നാരായണ, ശ്രീരാമ ശ്രീരാമ എന്ന് മാത്രമല്ല അമ്മേന്ന് കൂടി വിളിക്കുന്ന സമയമാണ്. എൻ്റെ അമ്മേ എന്താ ചെയ്യുക, എൻ്റെ അമ്മോ എന്താ ചെയ്യുക, അങ്ങനെ അമ്മേനെ പല രീതിയിൽ വിളിക്കുന്ന സമയം കൂടിയാണ്. എന്താ പറയുക, എൻ്റെ അമ്മോ എൻ്റെ കുട്ടിക്ക് വയ്യ, ആരനെ ആ അമ്മേൻ്റെ അതിൻ്റെ അമ്മേനെ വിളിക്കുകയാണ്. അപ്പം അമ്മയുടെ കുട്ടിക്ക് വയ്യ പറഞ്ഞ അമ്മ എന്താ ചെയ്യുക, എൻ്റെ അമ്മോ എൻ്റെ കുട്ടിക്ക് വയ്യ പറ. ആരെ? നമ്മുടെ തലയ്ക്ക് മുകളിലിരിക്കുന്ന അമ്മേനെ വിളിച്ച് പറയും കുട്ടിക്ക് വയ്യ. ആ അമ്മ അവിടെ നിന്ന് വന്നിട്ട് എൻ്റെ അസുഖം മാറ്റി തരാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ അപ്പോഴും അമ്മേനെ വിളിക്കോ? മുളകും വലിയ വറുത്തരച്ചത്.
അപ്പോഴും അമ്മേനെ വിളിക്കുകയോ വിളിക്കുമല്ലോ. അതുപോലെ തന്നെ എന്തെന്നെ എന്താ ചെയ്യാ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക തന്നെ എന്ന് പറഞ്ഞാൽ അപ്പോഴും പറയും എൻ്റെ അമ്മോ പറയും. അങ്ങനെ പറയുമോ? പറയും എൻ്റെ അമ്മ ഇതൊക്കെ എങ്ങനെ ഞാൻ കഴിക്കുക ഞാൻ പറയും കേട്ടോ, വേറെ ആര് പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ പറയോ. അതുപോലെ ഒരു പനി വന്നാൽ പറയും, ഒന്ന് വീണാ പറയും, എല്ലാത്തിനും ഒരു പേര് പറയും. എന്ത് പറയും? ഇപ്പൊ ശരിക്കും പറയാൻ രാമ 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 എന്ന് പറയണേക്കാളിലും കൂടുതൽ ഓരോ വീട്ടിലും അമ്മ 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 എന്ന് പറയും. കാരണം എന്തറിയോ, എന്താ ചെയ്യുക എൻ്റെ അമ്മേ, ഈ ഒരു മാസം വീട്ടിലിരുന്ന് അടുത്ത മാസം കൊടുക്കാനുള്ള ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? അപ്പോൾ ആരെ വിളിക്കുക? മാർവാടിന്നല്ല വിളിക്കുക, എൻ്റെ അമ്മേന്ന്. അമ്മ നമ്മുടെ അടുത്തുണ്ടെങ്കിലും അമ്മ അപ്പുറത്തെ നാട്ടിലാണെങ്കിലും അമ്മ ഇനി കൺകാണത്തെ നാട്ടിലാണെങ്കിലും ഈ കർക്കിടക മാസത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിളിക്കണ അമ്മേ 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 തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? അതാണും പെണ്ണൊക്കെ അമ്മേനെ തന്നെ വിളിക്കുക. ദൈവമേന്ന് വിളിക്കും, അതിനേക്കാളും ദൈവമേന്ന് ഒരു പ്രാവശ്യം വിളിക്കും. ഭഗവാനെ കാത്തുരക്ഷിക്കണം. ബാക്കിയുള്ള സമയം എൻ്റെ അമ്മ ഞാൻ എന്താ ചെയ്യുക, എൻ്റെ അമ്മോ ഞാൻ എന്താ ചെയ്യുക, എൻ്റെ അമ്മോ എൻ്റെ ദൈവമേ, എൻ്റെ അമ്മോ എൻ്റെ ദൈവമേ. എന്നിട്ട് അമ്മേനെ ദൈവത്തിന് ഒരുമിച്ച് വിളിക്കുന്ന ഒരു കാലം ഉണ്ടെങ്കിൽ അതാണ് കർക്കിടക മാസം എന്ന് ഞാൻ പറയുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവിൻ്റെ തൊല്ല സഹിക്കാൻ പറ്റില്ല, വീട്ടിലുള്ളപ്പോൾ ഭയങ്കര ശല്യമായിരിക്കും ചില ഭർത്താക്കന്മാർ. അപ്പോൾ അവൻ്റെ ശല്യം സഹിക്കാൻ പറ്റും. ഇയാളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ എൻ്റെ അമ്മയെന്നല്ലേ പറയുക. പിന്നെ പറയും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് ഏൽക്കില്ല. ദൈവമേ അതൊരു കുറച്ച് നല്ല വാക്കാണല്ലോ. അപ്പോൾ പറയും എൻ്റെ അങ്ങനെയല്ലമ്മ, എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കലും കൂടിയാണ്. എങ്ങനെ അറിയോ, എൻ്റെ അമ്മോ ഇത് എന്തൊരു കഷ്ടകാലാണ് അങ്ങനെ പറയില്ലേ, അതാണ്. അങ്ങനെ ഓരോ രീതിയിലും അമ്മേനെയും ഭഗവാനെയൊക്കെ ഒരുമിച്ച് പിടിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഭക്തി, ശ്രദ്ധ, അങ്ങനെ അസുഖങ്ങൾ എല്ലാം ഉള്ളപ്പോഴാണല്ലോ മനുഷ്യന് ഭക്തി വരിക. അപ്പോൾ ഭക്തി ഇങ്ങനെ പൊങ്ങി വരുന്നൊരു സമയമാണ്. ഇങ്ങനെ പാലിങ്ങനെ തടച്ച് പൊങ്ങി വരില്ലേ, അതുപോലെ മനുഷ്യന് കഷ്ടകാലങ്ങൾ വരുമ്പോൾ കർക്കിടക മാസത്താണ് ഏറ്റവും കൂടുതൽ ഭക്തി പൊങ്ങി വരിക. നിങ്ങൾക്ക് എപ്പോഴും എല്ലാ സമൃദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ഭക്തി ഉണ്ടാവും. എപ്പോഴേനൊക്കെ ദൈവത്തിനെ വിചാരിച്ചെങ്കിൽ വിചാരിച്ചു. നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിചാരിക്കാൻ തരാം, ദൈവം ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യോ, നമ്മളൊന്ന് രക്ഷപ്പെടുത്തുമെന്ന് ചിന്തിക്കില്ലേ? കേട്ടിരുന്നാൽ പോരാ കേട്ടോ. ഇടയ്ക്ക് നമ്മളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇടയ്ക്കൊരു കഥയൊക്കെ അമ്മയ്ക്കും പറയാം. വായ കടയോ അമ്മ ഞാൻ മാത്രം പറഞ്ഞ അമ്മ ഇടയ്ക്ക് സംസാരിക്കട്ടെ. ഒരു കഥയെ പറഞ്ഞാൽ മതി, ഒരു വീഡിയോയിൽ ഒരു കഥയെ പറയാൻ പറ്റുള്ളൂ. ഇല്ല അതൊന്നും പറയില്ല, അങ്ങനെയൊന്നും പറയില്ല. നമ്മുടെ കഥകളിൽ ഒരു അവരെ ഉള്ളൂ. ആയിക്കോട്ടെ, എന്നാലും പറഞ്ഞോളൂ. പണ്ടൊക്കെ ഈ പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഈ നാരദര് അവരുടെയൊക്കെ നമുക്ക് സാധാരണ ആൾക്കാർക്ക്, നമുക്കല്ല ആ കാലത്തുള്ള ആൾക്കാർ, നമ്മുടെ കാലത്തൊന്നും കാണാൻ പറ്റില്ല. പണ്ടത്തെ അന്ന് കാണാൻ പറ്റും. അവരിങ്ങനെ പോണതും അവരോട് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാലം അന്നത്തെ ആ കാലം കേട്ടോ. അത് എപ്പോഴോ പുരാതന കാലം. അപ്പൊ ഒരു ദിവസം ഒരു കാട് വഴി കൂടെ, എപ്പോഴും അല്ല, സത്യയുഗം എന്ന് പറയുക, അതന്നെ സത്യയുഗം. മനുഷ്യനും ദൈവവും പരസ്പരം നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ഒരു കാലം. പക്ഷെ മെയിൻ ദൈവങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ മറവിലിരിക്കും, എത്ര ബുദ്ധിമുട്ടണം. ഈ നാരദരെ ഇന്ദ്രരെ നല്ല സപ്തഋഷി അങ്ങനെ ആൾക്കാരൊക്കെ കാണാൻ പറ്റുന്ന ഒരു സമയം, അതന്നെ സത്യയുഗം. അപ്പൊ ആ സമയത്ത് ഒരു നാരദൻ ഒരിക്കൽ വൈകുണ്ഠത്തിലേക്ക് യാത്ര പോവാണ് കാട് വഴിക്കൂടെ. കാട് വഴിക്കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു ബ്രാഹ്മണനെ കണ്ടു. അമ്പലത്തിലെ എന്താ പറയാ പൂജകളും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാള്, ഒരു പുരോഹിതൻ. ബ്രാഹ്മണനൊക്കെ പൂജക്കൊക്കെ വിളിക്കില്ലേ, ഒരു പുരോഹിതനെ വീട്ടിൽ എന്തെങ്കിലും പൂജയൊക്കെ കഴിക്കുമ്പോ അങ്ങനെയുള്ള ഒരു പുരോഹിതനെ കണ്ടു. ആ പുരോഹിതനെ കണ്ടു. പുരോഹിതൻ ചോദിച്ചു, നാരദനെ വൈകുണ്ഠത്തിലേക്ക് യാത്ര പോവാണല്ലേ, ഭഗവാനെ കാണാനായിരിക്കും അല്ലേ? അപ്പൊ അതേ തോന്നി. അപ്പോഴേ ഭഗവാനെ കാണുമ്പോഴേ എനിക്ക് ഈ ജന്മത്തിൽ എപ്പോഴാണ് ഭഗവാന്റെ പാതാരവിന്ദത്തിന് മുക്തി കിട്ടുക, പാതാരവിന്ദത്തിലേക്ക് മുക്തി കിട്ടുക എന്ന് ചോദിച്ചു. അപ്പൊ അത് ഭഗവാനോട് കാണുമ്പോൾ ചോദിച്ചിട്ട് വരുമ്പോ എന്നോട് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. ഓ ശരി എന്നും പറഞ്ഞ് ആട് കുറച്ച് മുന്നോട്ട് നടന്നു. കുറേ ദൂരം എത്തിയപ്പോ അവിടെ ഒരു ആടിനെ മേയ്ക്കുന്ന ഒരാള്, ആടും പശുക്കളും അങ്ങനെയൊക്കെ മേയ്ക്കുന്ന ഒരാള് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ നാരദന് പോണ കൊണ്ടപ്പോ പറഞ്ഞു, നാരദ മഹർഷികളെ നമസ്കാരം എന്ന് പറഞ്ഞു. ഭഗവാനെ കാണാൻ പോവാന്ന് മനസ്സിലായി. എന്റെ ഈ ജീവിതത്തിൽ ഈ ദുരിതങ്ങളൊക്കെ എനിക്ക് മുക്തി കിട്ടുന്ന സമയം എപ്പോഴാണെന്ന് ഭഗവാനോടൊന്ന് ചോദിച്ചിട്ട് വരുമ്പോ എന്നോട് പറയുമോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുന്നു. രണ്ടുപേർക്ക് മുക്തി കിട്ടണം. മുക്തി അതായത് ഇപ്പൊ നമ്മുടെ ജീവിതം കഴിഞ്ഞിട്ട് നമ്മുടെ ആയുസ് കഴിയില്ല. അപ്പൊ ഇപ്പൊ തന്നെ അല്ല, നമ്മുടെ മരണം സംഭവിക്കുമ്പോ നമുക്ക് കിട്ടുന്ന മനസ്സിലായി. അപ്പൊ ആ മുക്തിയുടെ കാര്യമാണ്. എല്ലാവർക്കും ആഗ്രഹം എന്താണ്, ഭഗവാന്റെ പാതാരവിന്ദത്തിൽ ചേരണം, അങ്ങനെയല്ലേ സുഖം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ചോദിച്ചു. അത്
ഭഗവാനോട് ചോദിച്ചിട്ട് പറയുമോ നിങ്ങൾ വരുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുന്നു. ഓ ഞാൻ ചോദിക്കാം. അങ്ങനെ നാരദർ പോയി. അവിടെ പോയിട്ട് ഭഗവാനെ കണ്ടു. ഭഗവാനെ കണ്ട് ഭഗവാൻ വിശേഷം നാരദരോട് ചോദിക്കുമല്ലോ, നാട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് 2 പേരെ ഇങ്ങനെ കണ്ടു, ഒരു പുരോഹിതനും ഒരു ആടുമേക്കുന്ന ഒരാളും. അപ്പോൾ അവർ 2 പേരും എന്നോട് ഈ മുക്തിയെക്കുറിച്ച് ചോദിച്ചു. ഞാൻ അവരോട് ഭഗവാനെ എന്താ പറയേണ്ടത്, തിരിച്ചു പോകുമ്പോൾ അവരോട് എനിക്കൊരു മറുപടി പറയണം, എന്താ പറയുന്നത്, ഇതിൽ ആർക്കാണ് മുക്തി? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതിന് ആടുമേക്കുന്ന ആള് ജീവൻ ത്യജിച്ച ഉടനെ എൻ്റെ പാതാരബിന്ദത്തിൽ ലീനമാകും. പക്ഷെ പുരോഹിതനോ ആള് ഇനി പല ജന്മങ്ങൾ എടുക്കേണ്ടി വരും, എന്നിട്ടേ എന്നിൽ വന്നു ചേരുന്നു എന്ന് പറയും. അപ്പം നാരദർക്ക് തോന്നി, എന്താണ് ഭഗവാനെ ഇതിൻ്റെ പൊരുളെ എനിക്ക് മനസ്സിലായില്ലല്ലോ. ആടുമേക്കുന്ന ആള് സാധാരണ മനുഷ്യൻ, അങ്ങനെ ദൈവത്തിനെ പറ്റി മന്ത്രോച്ചാരണം ചെയ്ത് ജീവിക്കുന്ന ഒരു പുരോഹിതൻ. അപ്പോൾ എന്താ എങ്ങനെയെന്ന് ചോദിക്കും. അപ്പോൾ അതിനുള്ള മറുപടി അവരിൽ നിന്ന് തന്നെ കിട്ടും. ഞാനിവിടെ നീ തിരിച്ചു പോണ നാരദർ തിരിച്ചു പോകുമ്പോൾ അവരൊരു ചോദ്യം ചോദിക്കും, ഭഗവാൻ നിങ്ങൾ പോകുമ്പോൾ ഭഗവാൻ എന്താണ് ചെയ്യുന്നുണ്ടായിരുന്നതെന്ന് ചോദിക്കും, എന്തെടുക്കുകയായിരുന്നു ഭഗവാൻ എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ ഒരു ഉത്തരം പറയണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഒരു ഉത്തരം പറഞ്ഞു കൊടുത്തു. അതെന്താ അറിയോ, സൂചിക്കണ്ണിലൂടെ ആനയെ കയറ്റുകയായിരുന്നു. സൂചിക്കണ്ണെന്ന് പറഞ്ഞാലല്ലേ നമ്മൾ ഓർക്കണ ആ ഹോള്, അതില് ഭഗവാനെ കയറ്റുകയായിരുന്നു. ഭഗവാനെ അല്ല, ആനയെ കയറ്റുകയായിരുന്നു. ആനയെ കയറ്റുകയായിരുന്നു ഭഗവാൻ എന്ന് പറയാൻ മതി. അത് പറഞ്ഞാൽ മതി, അപ്പൊ വേണ്ട ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ നാരദർ അങ്ങനെ പോകുമ്പോൾ ആദ്യം ഈ പുരോഹിതനെ തന്നെ കാണും. പുരോഹിതനോട് പറയും, പുരോഹിതൻ ചോദിച്ചു, പറഞ്ഞ പോലെ തന്നെ പുരോഹിതൻ പെട്ടെന്ന് ഭഗവാൻ പറഞ്ഞ പോലെ തന്നെ പുരോഹിതൻ എന്താ ചോദിച്ചറിയോ, അതേ ഭഗവാനെ കണ്ടോ? കണ്ടു. നിങ്ങൾ പോകുമ്പോ ഭഗവാൻ എന്തെടുക്കുകയായിരുന്നു? അപ്പൊ ഈ മനുഷ്യന്മാരോട് ചോദിക്കുമ്പോ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ അത് ഭഗവാൻ തോന്നിച്ചതായിരിക്കും അവരോട് ആ ചോദ്യം തന്നെ ചോദിക്കുക. അതൊക്കെ ഭഗവാന്റെ ലീലയല്ലേ. അപ്പോ വേഗം നാരദർ പറഞ്ഞു, അതെ ഭഗവാൻ സൂചിക്കണ്ണിൽ ആനയെ കയറ്റുകയായിരുന്നു. സൂചിക്കണ്ണിൽ ആനയെ കയറ്റി? ഞാൻ പോയി ഈ നാരദരോടല്ലേ ഈ ചോദ്യം ചോദിച്ചല്ലോ, സൂചിക്കണ്ണിലൊക്കെ ആനയെ കയറ്റാൻ പറ്റുമോ? ഈ കയറ്റുന്നത് ആരാണ്? ഭഗവാനാണ് അല്ലേ. അപ്പോൾ സൂചിക്കണ്ണിലാണ്. ഈ നാരദർക്ക് ഒരു ബുദ്ധിയില്ല. ഇയാളെ കൊണ്ട് തന്നെയാണല്ലോ ഞാനിത് ചോദിച്ചതെന്ന് ഇയാള് പിറുപിറുത്തത് ഈ നാരദർക്ക് മനസ്സിലായി. അപ്പൊ അതിനെന്താ മനസ്സിലാക്കേണ്ടത്, ഈ മന്ത്രോച്ചാരണം ചെയ്ത ആള്, ഈ അമ്പലവാസിയും ഒക്കെ ആയ ഈ പുരോഹിതന് ഈ ഭഗവാൻ വിചാരിച്ച എന്തു സാധിക്കുന്നുള്ള വിശ്വാസം അവിടെ ഇല്ലാണ്ടായില്ലേ. ആ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ അയാൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നാരദർക്ക് മനസ്സിലായി, അത് ശരി, ഇയാൾക്ക് ഭഗവാനോടുള്ള വിശ്വാസമല്ല. ഈ മന്ത്രോച്ചാരണം അതൊക്കെ നടത്തുന്ന ഈ പുരോഹിതന് ഭഗവാനോടുള്ള ചെയ്യുമ്പോഴും ആൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളൊരു മന്ത്രോച്ചാരണങ്ങൾ മാത്രം ചെയ്താൽ പോരാ, അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവണം. നമ്മളെ സൃഷ്ടിച്ച ദൈവം ഈ ലോകത്തിൽ എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താൻ കഴിവുള്ളവർ നിനക്ക് പറയാം. അങ്ങനെയുള്ള ഒരാളാണെന്നുള്ള തോന്നൽ ഈ പൂജാരിക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നാരദനും നടന്നു. കുറച്ചു ദൂരം എത്തിയപ്പോൾ ആട് മേയ്ക്കുന്ന ആളെ കണ്ടു. ആളും ഇതേ ചോദ്യം ചോദിച്ചു, ഭഗവാനെ കണ്ടോ? ഭഗവാൻ നിങ്ങൾ പോകുമ്പോൾ എന്തെടുക്കുകയായിരുന്നു ചോദിച്ചു. അപ്പം നാരദൻ ഇതേപോലെ പറഞ്ഞു, ഭഗവാൻ ഞാൻ പോകുമ്പോൾ സൂചിക്കണ്ണിൽ ആനയെ കയറ്റുകയായിരുന്നു. ആണോ? ഭഗവാൻ വിചാരിച്ചാൽ അതൊക്കെ നടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഈ ലോകത്തിൻ്റെ എല്ലാ സൃഷ്ടിയും ഭഗവാനിൽ അടങ്ങിയിരിക്കുന്നു. എന്താണ് ഭഗവാൻ സാധിക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല അല്ലേ. പിന്നെ എന്തിനാ ഭഗവാൻ അതൊരു നിസ്സാര കാര്യമല്ലേ എന്ന് പറയും. അതെങ്ങനെയാണ് പറയുന്നത്? ഇപ്പം ഞാൻ ഈ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നുണ്ട്. ഈ മരം ആദ്യം ഒരു വിത്തായിരുന്നു, അത് ഒരു ചെടിയായി വളർന്ന് മരമായി ഫലവൃക്ഷം തരുന്ന ഒരു മരമായി വളർന്നു നമുക്ക് ഫലം തന്നു, പിന്നെ നിഴല് തരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ. അപ്പം പിന്നെ ഒരു സൂചിക്കണ്ണിൽ ആനയെ കയറ്റാനാണോ ഭഗവാന് ബുദ്ധിമുട്ട്?
എന്ന് വെച്ചാൽ ചെറിയൊരു വിത്തും കൊണ്ട് ഇത്രയും വലിയൊരു മരം ഉണ്ടാക്കി ആ മരത്തിൽ നിന്ന് ഫലം കൊടുക്കാൻ ദൈവത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു വിത്ത് എത്ര ഉണ്ടാവും അല്ലേ? ചെറിയൊരു അരിമണീന് എത്രയുള്ള ഒരു ചെറിയൊരു വിത്ത്, ആ വിത്ത് കൊണ്ട് ആൽമരം പോലെ വലിയൊരു മരത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നാളെ ആ ഭഗവാൻ വിചാരിച്ചാൽ സൂചിക്കണ്ണിലൂടെ ആനയും കയറ്റാൻ പറ്റുന്നുള്ള വിശ്വാസം ഒരു ഭക്തനുണ്ടാവും. അപ്പോ എല്ലാ മന്ത്രാചോരണം നടത്തി ദൈവത്തിനെ പൂജിച്ച് സന്ധ്യാവന്ദനം ഇതൊക്കെ നടത്തി പോരുന്ന ആ പുരോഹിതന് അതുണ്ടായിരുന്നില്ല. കാരണം അയാൾ ഈ ഗ്രന്ഥങ്ങളിലുള്ള എന്താ പറയാ അതിനെ മാത്രം നോക്കി വായിച്ചു എന്നല്ലാണ്ട് മനസ്സിൽ ആ ഭഗവാനോടുള്ള വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം അയാൾക്കുണ്ടാകും. ആരോ എഴുതി വെച്ചത് ഇന്ന രീതിയിൽ മാത്രം ഭഗവാൻ നമ്മുടെ അടുത്ത് പ്രീതിപ്പെടുള്ളൂ, ഈ മന്ത്രം പറഞ്ഞ ഭഗവാൻ നമുക്ക് സിദ്ധിയാവുന്നുള്ള വിശ്വാസം മാത്രം. പക്ഷെ മറ്റേ ആള് നിഷ്കളങ്കനായതുകൊണ്ട് ഇങ്ങനെയുള്ള മന്ത്രോപചാരങ്ങളൊന്നും മൂപ്പർക്ക് അറിയില്ല, സാധാരണക്കാരനായതുകൊണ്ട് ഇതൊന്നും പറയാനും അറിയില്ല. പക്ഷെ ആൾക്കൊരു വിശ്വാസം ഉണ്ടാകും. എന്താ പറഞ്ഞാൽ ദൈവത്തിന് അസാധ്യമായിട്ട് ലോകത്തിലൊന്നുമില്ല. അതല്ല അമ്മ പറയാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ എല്ലാ മന്ത്രോപചാരങ്ങളും ഗായത്രി മന്ത്രം മുതൽ എല്ലാ മന്ത്രവും പറഞ്ഞ് ദിവസം ദൈവത്തിനെ പൂജ ചെയ്യുന്ന 3 നേരവും അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരു പൂജാരിക്ക് ഈ പൂജയും കൊണ്ട് മാത്രം ദൈവം പ്രീതിപ്പെടുന്ന വിശ്വാസമായിരുന്നു അവിടെ. പക്ഷേ ഒരു ആട് മേയിച്ച് സ്വന്തം ജീവിതം അന്നേക്ക് അതേപോലെ നയിച്ചു പോകുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് ഇതിനെക്കാളിലും വലിയൊരു വിശ്വാസം ഉണ്ടെന്ന്. എന്താ പറഞ്ഞാൽ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമല്ല. അപ്പൊ ദൈവം അങ്ങനെ പറഞ്ഞു എന്ന് ഇയാളിനോട് പറയുമ്പോൾ പറയണത് ദൈവവംശമായ നാരദനായ പോലും ഇയാൾക്ക് വിവരമില്ല എന്ന് അയാളെ കരുതി. കാരണം ആരോ എഴുതി വെച്ച പുസ്തകവും മന്ത്രത്തിൽ മാത്രമേ ദൈവം ഉള്ളൂ എന്ന് വിചാരിച്ചു. മറ്റവരങ്ങനെയല്ല, ദൈവ ഭയമുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ അതീവ ശക്തിശാലിയായ ദൈവത്തിനോടുള്ള ഭയങ്കരമായ വിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ ദൈവത്തിന് അസാധ്യമായത് ഈ ലോകത്ത് തന്നെ ഒന്നുമില്ല. ഇത്രയും വലിയ ആനേനെ ഉണ്ടാക്കി ആനേനെ ഒരു സൂചി മുന്നിലൂടെ കയറ്റാണ്ട ചെറിയ ആനേനെ ഉണ്ടാക്കാൻ ദൈവത്തിന് സാധിക്കും എന്നുള്ള വിശ്വാസമായിരുന്നു. അസാധ്യമായത് ദൈവത്തിന് ഒന്നുമില്ല എന്നുള്ള വിശ്വാസമായിരുന്നു. ദൈവ ഭയമുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ പണ്ഡിതന് ആരോ എഴുതി വെച്ച ആ പുസ്തകം കൊണ്ട് ഏത് നേരം രാമ കൃഷ്ണ ശിവനെ എന്ന് വിളിക്കാൻ ആ വിളിയിൽ മാത്രം ദൈവം പ്രസന്നമാവുള്ളൂ എന്നുള്ള വിശ്വാസമായിരുന്നു. പക്ഷെ ഇങ്ങോർക്ക് അങ്ങനെയല്ല. ഇതൊന്നും ഞാൻ ചെയ്യുന്ന കർമ്മം, അതായത് ആടിനെ മേയ്ക്കുകയാണ്, എന്നിട്ട് ഈ ആടിനെയൊക്കെ മേയാൻ വിട്ട് ആള് മരത്തിന്റെ ചോട്ടിൽ ഇരിക്കും. അയാൾ ചെയ്യുന്ന കർമ്മത്തിൽ അയാൾക്ക് വിശ്വാസമുണ്ട്. അതുപോലെ ഈ ലോകത്തിനെ എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് എല്ലാം കഴിയും, എന്നെയും ഈ സകല ചരാചരങ്ങളെയും കാത്തുരക്ഷിക്കാനുള്ള എല്ലാ ശക്തിയും എല്ലാം ഉള്ള ആളാണ് ദൈവം എന്നുള്ള അചഞ്ചലമായ വിശ്വാസം ആ ആട് മേയ്ക്കുന്ന ആൾക്കുണ്ടായിരുന്നു. പക്ഷെ ആള് എല്ലാ സമയവും മറ്റേ മന്ത്രോച്ചാരണങ്ങൾ ചെയ്യാനുള്ള അത് ചെയ്യാറില്ല. പക്ഷെ അയാളുടെ മനസ്സിൽ അചഞ്ചലമായ വിശ്വാസം, ഭക്തി, അയാൾ ചെയ്ത കർമ്മത്തിലുള്ള ഒരു നീതിബോധം, ഇതൊക്കെ അയാൾക്കുണ്ടായിരുന്നു. അപ്പൊ യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ 3 നേരം രാമ കൃഷ്ണ പടച്ചോനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ പ്രവൃത്തിയും കൂടി നന്നാവണം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ദൈവമുണ്ട്, ദൈവ ഭയം എന്ന് വെച്ചാൽ ദൈവം ഉണ്ട് എന്നുള്ളൊരു ഭയം ഉണ്ടാവണം. ആ ദൈവത്തിനോടുള്ളൊരു വിശ്വാസം ഉണ്ടാവണം. വെറും നമുക്കിപ്പോൾ ദൈവനാമം ജപിക്കേണ്ടത് നല്ല കാര്യമാണ്, എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കണം, അത്രയും പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ്. അത് ജപിച്ചുകൊണ്ടിരുന്നിട്ട് അല്ല, അത് ജപിച്ച് ആ നിമിഷം തന്നെ നമ്മൾ നല്ല കാര്യങ്ങളും കൂടി അതിൻ്റെ ഒപ്പം ചെയ്യണം. എന്ന് വെച്ചാൽ ആ ദൈവത്തിനോട് ആ വിശ്വാസവും വേണം. ഞാൻ ജപിക്കുന്ന ദൈവത്തിന് ലോകത്ത് എന്തും സാധിക്കാൻ പറ്റുന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നീ ശിവനെ ഹരനെ എന്ന് വിളിക്കുന്നതിന് അർത്ഥമുള്ളൂ അല്ലേ? അല്ലാതെ ശിവനെ ഹരനെ എന്ന് വിളിക്കുക അത് ദൈവത്തിനെ കൊണ്ടാവില്ല. ദൈവത്തിനെ കൊണ്ട് ഇന്നത് മാത്രമാവുള്ളൂ നമ്മൾ തന്നെ അങ്ങോട്ട് തീരുമാനിച്ച് വെച്ചാലോ? ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള നിഷ്കളങ്കമായ സ്നേഹമാണ്, പവിത്രമായ സ്നേഹമാണ് അല്ലേ? ആ സ്നേഹമാണ് അവിടെ ജയിച്ചത്. ആ സ്നേഹമാണ് യഥാർത്ഥ ഭക്തി. അതല്ലേ ഭക്തി ശരിക്കും പറഞ്ഞ ആളുടെ കർമ്മം ചെയ്തുകൊണ്ടല്ലേ അവിടെ ഇരിക്കുന്നത്, മനസ്സിലായോ? അതിന്റെ ഒപ്പം തന്നെ ദൈവത്തിനോട് ആ നാരദർ വന്ന് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞില്ലേ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന് പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഈ നാരദൻ ഇത്രയും അറിവുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോരോട് ഞാൻ ചോദിക്കാൻ പറഞ്ഞിട്ട് അബദ്ധമായിപ്പോയി എന്നുള്ള തോന്നലാവും. അപ്പൊ അവിടെ അതിബുദ്ധിയാണ് എന്ന് വെച്ചാൽ എന്റെ ബുദ്ധിയാണ് നാരദനെക്കാട്ടിലും വലുത്. അപ്പോൾ നാരദനോട് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ചുമ്മാ ഒരു കളിയാക്കലാണെന്ന്. പക്ഷെ ദൈവം എന്ത് പറഞ്ഞാലും അതിലൊരു സത്യം ഉണ്ടെന്നും മറ്റേ ആൾ വിശ്വസിച്ചു. ഇത് തന്നെയാണ് സത്യം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ വ്രതം എടുത്താലും എന്തൊക്കെ നമ്മൾ പൂജ പുരസ്കാരങ്ങൾ ചെയ്താലും നമ്മുടെ ഉള്ളൊരു അചഞ്ചലമായ ഒരു വിശ്വാസം വേണം. ഞാൻ ചെയ്യുന്നത് നന്മയാണ്, ആ നന്മയും കൊണ്ട് ഞാൻ പഠിക്കുന്നത് നന്മയായിരിക്കണം, ഞാൻ പ്രതിഫലിപ്പിക്കുന്നത് നന്മയായിരിക്കണം, അതിൻ്റെ റിഫ്ലക്ഷനും നന്മയായി തന്നെ ഇരിക്കണം എന്നുള്ള തോന്നൽ മനുഷ്യനുണ്ടാവണം. അതേപോലെ തന്നെ പ്രാർത്ഥിക്കുന്നത് ഏത് രൂപത്തിലുള്ള ദൈവത്തിനാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും അതിനോട് നമുക്ക് പൂർണ്ണമായി ഒരു വിശ്വാസം വേണം, ചഞ്ചലത പാടില്ല.
എല്ലാം ഒരു വിശ്വാസം തന്നെയല്ലേ. ആ വിശ്വാസം നമ്മുടെ മനസ്സിലും കൂടി ഉറയ്ക്കണം. നാവിൻ തുമ്പത്ത് മാത്രം പോരാ, നമ്മുടെ മനസ്സിലും കൂടി അത് ഉറച്ച വിശ്വാസത്തിലിരിക്കുമ്പോൾ നമുക്കതിന് ഉറപ്പായിട്ടും പറയാം. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു മഹാസമയമായ എന്ന് വെച്ചാൽ എല്ലാ അമ്പലങ്ങളിലും പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാ വീടുകളിലും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കുക. എല്ലാ കഷ്ടങ്ങളും വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും, ഒരു ചെറിയൊരു കാര്യം ചെയ്യുകയാണെങ്കിലും വിശ്വാസം അർപ്പിച്ച്, ദൈവത്തിനോടുള്ള വിശ്വാസം കൈവിടാതെ ചെയ്യുക. പിന്നെ ഒന്ന് വിശ്വസിക്കുക, ഏത് കഷ്ടകാലം തരണം ചെയ്യാൻ നമ്മുടെ ആ കരകയറ്റാൻ ശക്തിയുള്ള ഒരു കൈകളാണ് ദൈവത്തിൻ്റെ ഉള്ള വിശ്വാസം. ഒരിക്കലും കൈവിടരുത് അല്ലേ. ആ ആടുമേക്കലിനുള്ള പോലത്തെ ഒരു വിവരം ഉണ്ടാവണം. അതുകൊണ്ട് ആ പണ്ഡിതനുള്ള പോലത്തെ വിവരമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് തോന്നണം, ഈ കഷ്ടതയിൽ നിന്നും എന്നെ കരകയറ്റാൻ ആ ഭഗവാന് സാധിക്കും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം. എന്നാലും ആ പ്രാർത്ഥനയ്ക്ക് പറയണ്ടാവുള്ളൂ അല്ലേ. പുസ്തകത്തിൽ എന്താ എഴുതി വെച്ച് അത് നോക്കി വായിച്ചു, അതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഭഗവാനിൽ നമ്മൾ അർപ്പിക്കണം നമ്മുടെ പ്രാർത്ഥന. അത് ഇപ്പം നമ്മളിത് അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് വേണ്ടി കുറേ സമയം കണ്ടെത്തൊന്നും വേണ്ട. നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും ഭഗവാനെ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുക. ആ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഭഗവാനെ നമ്മൾ ഇരുത്തുകയാണ്. മനസ്സിലായോ? എല്ലാത്തിനും അത് തന്നെയാണ് ഭക്തി. ഭഗവാൻ കുടിയിരിക്കുന്ന ഓരോ ഹൃദയവും സത്യസന്ധമായ ഭക്തന്റെ ഹൃദയമാണ് അല്ലേ. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പിന്നെ ഇതിൽ ഒന്നാ പറയാനുള്ളൂ, ഭഗവാൻ മനുഷ്യനല്ല. കാരണം മനുഷ്യനാണ് ഏതു നേരം പുകഴ്ത്തി പറയണം എന്നുള്ളത്. ഇപ്പൊ അമ്മേനെ ഞാൻ വന്നിട്ട് അമ്മ, ചുന്ദരി അമ്മ, കള്ളി അമ്മ എന്ന് പറയില്ല, അതുപോലെ തന്നെ ഭഗവാന്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതു നേരം മൂപ്പന്റെ വിളിക്കൊന്നും വേണ്ട. നെഞ്ഞത്തൊന്ന് കൈവച്ച് ദൈവമേ സർവരെയും രക്ഷിക്കണം, അതിൻ്റെ കൂട്ടത്തിൽ എന്നെയും രക്ഷിക്കണം എന്ന് മാത്രം നിഷ്കളങ്കമായിട്ട് പറഞ്ഞാൽ മതി. ആ ദൈവം നിങ്ങളെ രക്ഷിച്ചോളും. ദൈവത്തിന് പ്രത്യേകിച്ചൊരു പേരുമില്ല, പ്രത്യേകിച്ചൊരു രൂപമില്ല, ഒന്നുമില്ല. നിങ്ങൾ വിളിക്കുന്ന പേരിൽ നിങ്ങൾ നാളെ ഇഷ്ടപ്പെട്ടൊരു പേര് നിങ്ങൾ തന്നെ സ്വയം ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടൊരു രൂപം മനസ്സിൽ സങ്കല്പിച്ച അത് തന്നെയാണ് ദൈവത്തിൻ്റെ രൂപം അല്ലേ. ഇന്നിപ്പോൾ ഈ പയറും കായും കൂടി വറുത്തരച്ച കറി. അപ്പോൾ ഇതിൽ പുളിയൊന്നും ഒഴിക്കണ്ട കേട്ടോ, തക്കാളി, നമ്മുടെ ഈ തക്കാളിത്തെ പുളിപ്പ് മാത്രം മതി. അപ്പോൾ ഈ കറി ഇതിൻ്റെ കൂടെ ഞാൻ ഇന്ന് ക്യാബേജ് തോരനും വെക്കും, കുറച്ച് പുളിയിഞ്ചി വെക്കും. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് ഇനി കുറച്ച് ദിവസം. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ കായ് കണ്ടല്ലോ, ഇത്രയും അയവിലാണ് ഈ കറി. അപ്പോൾ നിങ്ങൾ വരുന്നോ ഇത് കൊട്ടി കഴിക്കാൻ? വിളിച്ചില്ല എന്ന് പറയരുത്. ക്യാബേജ് തോരനും ഇതും പപ്പടം അച്ചാറും ഒക്കെ തരാം കേട്ടോ. വേറെ ഒന്നും ഉണ്ടാവില്ലേ? ഓക്കെ, ബൈ.